അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹറമിലേക്ക് വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ ഹറമിനോട്, കഅബയോട് എന്തോ ഒരു ആകർഷണം വിശ്വാസികൾക്കുണ്ട്. 5 നേരവും അതിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരാത്മീയ കേന്ദ്രം അല്ലാഹു തആല ഭൂമിയിൽ സ്ഥാപിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമാണല്ലോ കഅബയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് സ്ഥാപിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമേ, ഹജ്ജിന് ബാങ്ക് കൊടുക്കണം, ജനങ്ങളെ വിളിക്കണം. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, താങ്കൾ ഹജ്ജിന്റെ വിളംബരം നടത്തുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു പോലും, ഞാൻ വിളിച്ചിട്ട് ആര് കേൾക്കാനാ? അള്ളാഹുവിന്റെ മറുപടി, അലൈക്കൽ അദാൻ വ അലയ്യൽ ബലാഗ്, നീ വിളിച്ചാൽ മതി, ഞാൻ കേൾപ്പിച്ചോളും. തഫ്സീറുകളിൽ കാണാം, ഖുബൈസ് മലയിൽ കയറി അല്ലെങ്കിൽ സഫാ കുന്നിൽ കയറി ചെവിയിൽ കൈവച്ച് തന്റെ തല നാനാഭാഗത്തേക്കും തിരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വിളംബരം നടത്തി. വഹജ്ജു ബൈത്തൽ ഹറാം, അള്ളാഹുവിന്റെ പവിത്രമായ ഭൂമി അന്വേഷിച്ച് നിങ്ങൾ വരൂ, നിങ്ങൾ സിയാറത്ത് ചെയ്യൂ. ആ വിളിയിലൂടെ ലോക മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായി ഹജ്ജ് നിർബന്ധമാണെന്ന്. അള്ളാഹു അത് അറിയിച്ചു. 2 രൂപത്തിലാണ് ആ വിളി കേട്ടത്. നമസ്കാരത്തിന്റെ ബാങ്കും 2 രൂപത്തിലാണ് കേൾക്കുക. ഒന്ന് സാധാരണ കേൾവിയാണ്, എല്ലാവരും ബാങ്ക് കേൾക്കും. രണ്ടാമത്തൊരു കേൾവിയുണ്ട്, തൗഫീഖിന്റെ കേൾവി. അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന ഒരു കേൾവി, അവർ ജമാഅത്തിന് വരും. അതുപോലെ ഇബ്രാഹീമിന്റെ വിളിയിലൂടെ ഇസ്ലാമിൽ ഹജ്ജ് നിർബന്ധമാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. തൗഫീഖ് കിട്ടിയ ആളുകൾ ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു പറഞ്ഞു, അങ്ങനെ നീ വിളിച്ചാൽ യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂര വിശാല വഴികളിലൂടെയും യാത്ര ചെയ്ത് ക്ഷീണിച്ച മെലിഞ്ഞ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും മറ്റ് വാഹനങ്ങളിലുമായും കാൽനടക്കാരായും ആ ഗേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു തആല ഇബ്രാഹീമിന് വാക്ക് കൊടുത്തു. അത് അന്നു മുതൽ ഇന്നോളം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേ ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന രക്തധവനികൾ പോലെ പൊതിഞ്ഞു നിൽക്കുന്ന വിശാലമായ വഴികൾ, ആ വഴികളിലൂടെയാണ് ഹൃദയഭാഗത്തേക്ക് ആളുകൾ പോകുന്നത്. എന്തിന്? ശുദ്ധീകരിക്കാൻ, വൃത്തിയാക്കാൻ, പാപക്കറ കഴുകാൻ. അവിടെ വെച്ച് അല്ലാഹു വൃത്തിയാക്കിയിട്ട് അവർ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ പരിശുദ്ധരായി തിരിച്ചു പോകുകയാണ്. ഓരോ നാട്ടിൽ നിന്നും അങ്കുലി പരിമിതമായ ആളുകളെ മാത്രം ഈ രൂപത്തിൽ വർഷാവർഷം ശുദ്ധീകരിച്ചത് കൊണ്ട് മനുഷ്യകുലത്തിന്റെ ശുദ്ധീകരണം എങ്ങനെ നടക്കും? അതുകൂടി സാധ്യമാകാനാണ് വിശ്വാസികളെല്ലാം ആ ഹാജിമാരോട് കണ്ണിചേരണമെന്ന് പരിശുദ്ധ ശരീഅത്ത് പഠിപ്പിക്കുന്നത്. അഥവാ ഹജ്ജിന്റെ സ്പന്ദനം അത് ഹറമിൽ മാത്രമല്ല, ലോകത്തുടനീളം ഉണ്ടാകണം. മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ ഉണ്ടാകണം. ഇവിടെ വെച്ച് ഹാജിമാരെ അങ്ങോട്ട് ഓർമ്മിച്ചു, ഹാജിമാരെ ഇങ്ങോട്ട് ഓർമ്മിച്ചു, പരസ്പരം ദുആ ചെയ്തു, അവരെ യാത്ര അയച്ചു, അവരെ സ്വീകരിച്ചു. അവർ അറഫയിൽ നിൽക്കുമ്പോൾ അവരോടൊന്നിച്ച് എല്ലാവരുടെ മനസ്സും ഒരുമിച്ച് കൂടുന്നൊരവസ്ഥ. അവരവിടെ തൽബിയത്ത് ചൊല്ലുമ്പോൾ ഇപ്പുറത്ത് നിന്ന് തക്ബീർ ചൊല്ലുന്ന വിശ്വാസികൾ, അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന സുന്നത്ത്, ഇതെല്ലാം കൂടി ഹജ്ജിനോടനുബന്ധിച്ച് പ്രത്യേകമായ പരിപാടികൾ ശരീഅത്തിലുള്ളത് കൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ ഒന്നിച്ചാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അറഫ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, 2 വർഷത്തെ പാപക്കറ കഴുകിക്കളയും. ഹജ്ജിന് പോയിട്ടില്ല, ഹജ്ജിന് പോയവരുടെ ജീവിതകാലം മുഴുവനുമുള്ള പാപക്കറ കഴുകപ്പെടുന്നത് പോലെ അവരുമായി സഹകരിക്കുന്ന ആളുകളുടെ പാപക്കറകളും അല്ലാഹു തആല കഴുകി വൃത്തിയാക്കുകയാണ്. വസിയാമു അറഫ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബലഹു വസ്സനത്തല്ലതി ബഅദഹു. ഇമാം തിർമിദി നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പോയ വർഷത്തെയും വരും വർഷത്തെയും പാപങ്ങൾ അറഫ നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നതാണ്. അറഫ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തില്ല, അവർക്ക് നോമ്പ് നോൽക്കാതിരിക്കലാണ് സുന്നത്ത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് വേളയിൽ നോമ്പ് നോറ്റിട്ടില്ല, അറഫ നോമ്പ് നോറ്റിട്ടില്ല. ഹാജിമാരല്ലാത്തവർക്ക് അറഫ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഹാജിമാരും അല്ലാത്തവരും ഈ നാളുകളിലൊക്കെ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖലീൽ, ഇവിടെ നമ്മുടെ റസൂൽ അള്ളാഹുവിന്റെ ഖലീലാണ് എന്ന് പറയപ്പെടാറില്ല. പക്ഷേ അള്ളാഹുവിന് 2 ഖലീലാണുള്ളത്. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും മറ്റൊന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി അവിടുത്തെ സായം സന്ധിയിൽ പറഞ്ഞിരുന്നു, ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഖലീലിനെ തെരഞ്ഞെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഞാൻ അള്ളാഹുവിനെ ഖലീലാക്കി. ഫഇന്നല്ലാഹ തആല ഖദ് ഇത്തഖദനി ഖലീലൻ കമത്തഖദ ഇബ്രാഹീമ ഖലീല, എന്നെയും അല്ലാഹു തആല ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലാക്കിയതുപോലെ. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല, ഞാനൊരു മിത്രത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കർ ആകുമായിരുന്നു. അലാ വ ഇന്ന മൻ കാന ഖബലകും
കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. ആ ഹദീസിന്റെ തുടർച്ചയിൽ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങളുടെ മുൻഗാമികൾ അമ്പിയാക്കളുടെയും സജ്ജനങ്ങളുടെയും ഖബറുകൾ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി ആരാധിച്ചു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ. നിങ്ങൾ ആരും ശ്മശാനങ്ങളെ, മഖാമുകളെ, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്, പ്രാർത്ഥനാ മണ്ഡപങ്ങളാക്കരുത്. ഇന്നി അൻഹാക്കും അൻ ദാലിക്. ഇത് ഞാൻ നിങ്ങളോട് വിരോധിക്കുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിലൊരു വിശ്വാസമുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തത് ഖുല്ലത്താണ്, ഖലീലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതോ മഹബ്ബത്താണ്, അതുകൊണ്ട് റസൂൽ ഹബീബാണ്. ഈ രൂപത്തിലൊരു വ്യാഖ്യാനം നടക്കാറുണ്ട്. അങ്ങനെ കെണിഞ്ഞ് ശ്രമിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതാണ്, ഇബ്രാഹിമും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുവിന്റെ ഖലീലാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുല്ലത്ത്, ആ സ്നേഹം, ഒരാത്മബന്ധം, ആ ബന്ധം പരസ്പരം തഹല്ലുലായി, അങ്ങനെ മറ്റൊരു ഇഷ്ടത്തിനും സ്നേഹത്തിനും ഒരിടമില്ലാത്ത അവസ്ഥയായി. അള്ളാഹുവിനെ ഖലീലാക്കി. അതിന് പകരം മറ്റൊന്നുമില്ല, വേറൊന്നും അതിന് തടസ്സമല്ല. കുടുംബം തടസ്സമല്ല, മക്കൾ തടസ്സമല്ല, വേറൊന്നും തടസ്സമല്ല. ആ ഒരു പരുവത്തിലേക്ക് ഉയർന്നു വരിക, ഇതാണ് അവരുടെ യോഗ്യത. ഈ യോഗ്യത കൈവരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തനങ്ങളും അവിടുത്തെ സ്വഭാവ ഗുണങ്ങളും അള്ളാഹു തആല പറഞ്ഞു തരുന്നത് എന്തിനാ? വെറുതെ ഖലീലാക്കിയതല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം തൗഹീദ് തന്നെയാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തൗഹീദി പ്രഖ്യാപനവും ഞാൻ ശിർക്കിൽ നിന്ന് പരിപൂർണ മുക്തനാണ് എന്ന് തുറന്നു പ്രഖ്യാപിച്ചതും ശിർക്കിനെതിരെ പ്രവർത്തിച്ചതും അല്ലാഹു തആല എടുത്തു കാണിക്കുന്നുണ്ട്. സംശയം ഉണ്ടാകും, നമ്മളും അങ്ങനെ തന്നെയല്ലേ? തൗഹീദിന്റെ ആളുകളല്ലേ? ശിർക്കിനെതിരെ സംസാരിക്കുന്നവരല്ലേ? നമുക്ക് ചുറ്റുപാട് പാകപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിമിന്റെ ചുറ്റുപാട്, മഹാനായ റസൂലുള്ളാഹിയുടെ ചുറ്റുപാട് തൗഹീദ് പറയാൻ പാകപ്പെട്ട ചുറ്റുപാടല്ല. അന്ന് ഊർ പട്ടണത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ശിർക്കൻ മതത്തിന്റെ നേതാവ് തന്റെ പിതാവാണ്. ആ പിതാവിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നമ്രൂദാണ് നാട് ഭരിക്കുന്നത്. ഒരൊറ്റയാൻ പോരാട്ടമാണ്. ആ ഒറ്റയാൻ പോരാട്ടം ഒരു വലിയ സമൂഹം നടത്തുന്നതിലുപരി വൃത്തിയിലും ഭംഗിയിലും നടത്തി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഉത്തരവാദിത്വവും മറച്ചല്ല. ആ ഇബ്രാഹിം ഖലീലുല്ലാഹി പണിതു വെച്ച മക്കയിലെ തൗഹീദിന്റെ വീട്ടിൽ തൗഹീദ് പൂർണ്ണമായി നാം അവശേഷമാവുകയും ശിർക്കം പ്രവർത്തനങ്ങൾ കൊടികുത്തി വാഴുകയും ചെയ്യുമ്പോ ആ ഗേഹത്തെയും പരിസരത്തെയും ജനങ്ങളെയും തൗഹീദിന്റെ വാക്താക്കളാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. ഈ രണ്ട് പ്രവാചകന്മാരിലൂടെയും തൗഹീദ് സ്ഥാപിച്ചെടുത്തു. അള്ളാഹുവിന്റെ ഖലീലായി നിന്നില്ലെങ്കിൽ തൗഹീദിന് മയപ്പെടുത്തേണ്ടി വരും, പല ഇളവുകളും ചെയ്യേണ്ടി വരും. പക്ഷേ അള്ളാഹുവാണ് ഖലീല്, അതിനപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഖുല്ലത്ത് അവരുടെ പ്രവർത്തനത്തിലൂടെ സാധിപ്പിച്ചു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ എത്രയാ പ്രശംസിച്ചത്. അല്ലാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ ശാക്കിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറ നഹ്ലിൽ അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം നബിയെ പ്രശംസിച്ചിട്ട് തീരുന്നില്ല. എന്തെല്ലാം പ്രശംസകൾ! ഇബ്രാഹിം ഉമ്മത്താണ്. ഉമ്മത്താണെന്ന് പറഞ്ഞാൽ നന്മയുടെ എല്ലാ
വിശേഷണവുമുള്ള എല്ലാ വശവുമുള്ള ഇമാമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ആർക്കും കണ്ണും ചെമ്മി അനുകരിക്കാൻ പറ്റും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. അദ്ദേഹം ഖാനിത്താണ്, അനുസരണയുള്ള നിത്യഭക്തനാണ്. എപ്പോഴെങ്കിലും ഒരു ഭക്തി അതല്ല, അദ്ദേഹം സദാ ഖാനിത്താണ്, നിത്യഭക്തിയുള്ള ആളാണ്, ഹനീഫാണ്. അദ്ദേഹം മുശ്രിക്കല്ല. ശിർക്കുമായി യാതൊരു വിധത്തിലുള്ള സഹകരണമോ പൊരുത്തമോ ഇബ്രാഹിം അലൈഹിസ്സലാമിനില്ല. ആശേഷം ശിർക്കില്ല ജീവിതത്തിൽ, വക്രതയില്ല. അദ്ദേഹം ഹനീഫാണെന്ന് അല്ലാഹു തആല പറയുന്നു. ശാക്കിറൻ ലിഅൻഉമിഹി, ശുക്ർ ഒരു ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് സദാ ശുക്ർ ചെയ്തുകൊണ്ടേയിരുന്നു. വാക്കുകളിലൂടെയും മാനസികമായും തന്റെ പ്രവർത്തനത്തിലൂടെയും അള്ളാഹു തന്ന നിഅമത്ത് അള്ളാഹുവിൻ്റെതായിട്ട് തന്നെ കണ്ട് സദാസമയവും ശുക്റിലൂടെ ജീവിച്ച മഹാനാണെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ ആയപ്പോ അല്ലാഹു തആല ഖലീലാക്കി. അതാണ് തുടർന്ന് പറഞ്ഞത് ഇജ്തബാഹു. ഇങ്ങനെയൊക്കെ ജീവിച്ചപ്പോ ഇജ്തബാഹു, അല്ലാഹു ഇബ്രാഹിമിനെ അങ്ങ് തെരഞ്ഞെടുത്തു, അങ്ങ് ഖലീലാക്കുകയാണ്. വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ആ ഹുല്ലത്ത് എങ്ങനെ നിലനിർത്തണമോ, അതിന് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമോ ആ വഴിയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു തന്നെ അങ്ങ് ചലിപ്പിച്ചു. അതാണ് അവിടുത്തെ ഹിദായത്ത്. അതിന് വിരുദ്ധമായ, ആ ഹുല്ലത്തിന് വിരുദ്ധമായ യാതൊരുവിധ പ്രവർത്തനവും വിശ്വാസവോ ചിന്താഗതിയോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാഗത്തു നിന്നില്ല. എന്ത് പറഞ്ഞു അത് മുഴുവനും അനുസരിച്ചു. അള്ളാഹു പറഞ്ഞില്ലേ സൂറ നജ്മിൽ, ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം ആരാണ്? വഫ, കൽപ്പിച്ചത് മുഴുവനും പൂർത്തിയാക്കിയ മനുഷ്യനാണ്, എല്ലാം ചെയ്തു. ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹും മുനീബ്. സൂറ ഹൂദിൽ വീണ്ടും പ്രശംസിക്കുകയാണ് അല്ലാഹു തആല. ഇബ്രാഹിം അലൈഹിസ്സലാം ഹലീമാണ്, അവിവേകികളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണ്. ആരെങ്കിലും എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചാൽ ആ നാണയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതികരിക്കില്ല, ഒക്കെ വിട്ടുകളയും. ആരോടും യാതൊരുവിധ പ്രതികാരവും ഇല്ല. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പിതാവിനോടില്ല, നാട്ടുകാരോടില്ല, തന്നെ എതിർത്ത ആളുകളോടില്ല, ആരോടും പ്രതികാരമില്ലാത്ത മാനസികാവസ്ഥ അതുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ ഖലീലായി. അള്ളാന്റെ ഖലീലായെങ്കിലും മാത്രമേ ആരോടും ആ രൂപത്തിലുള്ള മാനസികാവസ്ഥ കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് പകയുണ്ട്, നമുക്ക് വിദ്വേഷമുണ്ട്, പ്രതികാര മനോഭാവമുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവുമായിട്ട് അത്രയേ നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ പേടിക്കുന്നു. ആളുകളുമായി ഇടപഴകുമ്പോ അപ്പൊ ആളുകളോട് വെറുപ്പാണ്. മഹാനായ ഇബ്രാഹിമിനെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, അവ്വാഹുൻ. ഇബ്രാഹിം അലൈഹിസ്സലാം അവ്വാഹാണ്, എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന, എപ്പോഴും ദുആ ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങിയ. തുടർന്ന് അള്ളാഹു പറയുന്നു മുനീബാണ്, അള്ളാഹുവിലേക്ക് എല്ലാ അർത്ഥത്തിലും മടങ്ങിയ, അള്ളാഹുവിനോട് മാത്രം ആഭിമുഖ്യമുള്ള മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് അല്ലാഹു തആല ഇബ്രാഹിമിനെ ഖലീലാക്കി. വലിയ ധർമ്മിഷ്ഠനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ലോ, വലിയ സമ്പന്നനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹ് പറഞ്ഞു, നിന്റെ സമ്പത്ത് എനിക്ക് വേണം ഇബ്രാഹിം. കൊടുത്തില്ലേ? സമ്പത്ത് കൊടുത്തു. നിന്നെ എനിക്ക് വേണം ഇബ്രാഹിം, എന്നെയും എടുത്തോ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കൊടുത്തില്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം? ജിബ്രീൽ വന്ന് ചോദിച്ചു, രക്ഷ വേണോ ഇബ്രാഹിം? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? ഒരു പഴുത് കിട്ടിയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ജിബ്രീലിനെ ഉപയോഗിക്കാൻ ഇബ്രാഹിമില്ല. ഇബ്രാഹിമിന്റെ ശരീരം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ സന്നദ്ധനാണ്. മകനെ വേണമെന്ന് പറഞ്ഞു, കൊടുത്തില്ലേ ഇബ്രാഹിം?
ഭാര്യ വേണമെന്ന് പറഞ്ഞു കൊടുത്തില്ലേ? ജീവിതത്തിൽ മുഴുവനും അതൊക്കെയല്ലേ സംഭവിച്ചു കൊണ്ടിരുന്നത്. ഭാര്യയെ ഒരു രാജാവ് പിടിച്ചെടുത്തില്ലേ? എന്തൊക്കെ പരീക്ഷണങ്ങളാ! ഹലീലാക്കാനുള്ള പരീക്ഷണമാണ്, അല്ലാതെ അബുദാക്കാനുള്ള പരീക്ഷയല്ല. നമ്മളെയൊക്കെ അബുദാക്കാൻ, അള്ളാന്റെ അടിമയാകാനുള്ള പരീക്ഷയാ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കടുപ്പമേറിയ പരീക്ഷ കൊടുത്തത് അവന്റെ ആത്മമിത്രമാക്കാനാണ്. ആ ഇബ്രാഹിമിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. വലിയ ധർമ്മിഷ്ഠൻ, വലിയ സൽക്കാരപ്രിയൻ. അപരിചിതരായ മലക്കുകൾ വീട്ടിലേക്ക് കയറി വന്നപ്പോ ചുട്ട അല്ലെങ്കിൽ പൊരിച്ച വേവിച്ച ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്നു അവരെ സൽക്കരിക്കുക. ഒരേൽ ആരോ വന്ന് കയറിയ ഒരു പരിചയമില്ല. ആ ആളുകളെ അല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം സൽക്കരിച്ചത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സൽക്കാരത്തെ സംബന്ധിച്ച് സൂറ ദാരിയാത്തിൽ പറഞ്ഞത് വേണമെങ്കിൽ ഒരു മെലിഞ്ഞ ഒന്നിനെയൊന്നുമല്ല കൊണ്ടുവന്ന് നല്ലതടിച്ച ഒരു പശുക്കുട്ടിയെ തന്നെ അറുത്ത് സൽക്കരിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. അതുപോലെ വലിയ ക്ഷമാശീലനാണ്. റസൂലിനോട് പോലും അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. ഉലുൽ അസ്മുകളൊക്കെ മുമ്പ് ക്ഷമിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനിയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അള്ളാഹും തമ്മിലുള്ള വലിയ ബന്ധം ഖുർആനിലൂടെ അള്ളാഹു നമ്മെ കൊണ്ട് ഓദിപ്പിക്കുന്നത്, അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലും പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിനാണ് ഹജ്ജ്, അതിനാണ് നോമ്പ്, അതിനാണ് ബലിയറക്കുന്നത്. അല്ലാതെ വെറും ചില കർമ്മങ്ങളിൽ ഒതുങ്ങി നിന്ന് നമ്മൾ പരിവർത്തനപ്പെടാതെ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനുള്ളതല്ല. പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കണം. ഏറ്റവും വലുത് അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. സദാസമയവും അള്ളാഹുവിനോട് സ്വകാര്യം പറയണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, പരിഗണിക്കണേ എന്ന് പറയണം. അങ്ങനെ നിരന്തരമായി അള്ളാഹുവിലേക്ക് അടുക്കാനാണ് അള്ളാഹു തആല ഈ ദിനങ്ങളൊക്കെ നമുക്ക് നൽകിയത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബലിപെരുന്നാളിന്റെ നമസ്കാരം വളരെ പെട്ടെന്ന് നമസ്കരിക്കലാണ് സുന്നത്ത്. ഇൻഷാ അല്ലാഹ് ഇവിടെ 7 മണിക്ക് തന്നെ നമസ്കാരം നടക്കുന്നതാണ്. ഭക്ഷണം കഴിക്കാതെയാണ് നമസ്കാരത്തിന് വരേണ്ടത്. അതാണ് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിപെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാതെയാണ് ഈദ്ഗാഹിലേക്ക് നമസ്കരിക്കാൻ വന്നത്. മഴക്കാലമായതുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെയാണ് നമസ്കാരം. അതുപോലെ തന്നെ ലഭ്യമായതിൽ ഏറ്റവും നല്ല വസ്ത്രം ഉപയോഗിക്കുകയും ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യൽ സുന്നത്താണ്. ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ പുതിയത് തന്നെ എടുക്കൽ നിർബന്ധമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയവരുണ്ട്. ഉള്ളതിൽ ഏറ്റവും നല്ലത് പുതിയത് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിൽ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചാണ് വരേണ്ടത്. സ്ത്രീകൾ അവിടെ ബാക്കി, കുട്ടികൾ അവിടെ ബാക്കി അല്ല. ഹജ്ജിന് സമാനമായ ഒരു പരിപാടിയാണ്. ഹജ്ജ് എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഹജ്ജിന് പോകാറുണ്ട്. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആർത്തവകാരികൾ വരെ വരട്ടെ. പള്ളിയിലല്ല ഈദ്ഗാഹിലൊക്കെ ആകുമ്പോൾ വരാം. ഹജ്ജിനും അങ്ങനെ തന്നെയല്ലേ. അവിടെ പോയാൽ അത്തരം അശുദ്ധാവസ്ഥകളൊക്കെ ഉണ്ടാകും, ഒരു പ്രശ്നമില്ല. തവാഫ് ചെയ്യരുതെന്നേ ഉള്ളൂ. ഹജ്ജിന്റെ ബാക്കി കർമ്മങ്ങളെല്ലാം അവർക്ക് ചെയ്യാം. അതുപോലെ ഈദ്ഗാഹിൽ വന്നാൽ നമസ്കരിക്കേണ്ട ബാക്കിയുള്ള സംഗതികൾക്കെല്ലാം പങ്കെടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്ക് വരവ് 2 വഴികളിലൂടെയാകാൻ റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിക്കും. ഒരു വഴിയിലൂടെ വരിക, വേറൊരു വഴിയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് പെരുന്നാൾ ദിവസം നടക്കുന്നത് ബലിയറക്കലാണ്. അതിന് കുറെ ഷെയറുകാരുണ്ടാകും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരതൊക്കെ നടത്തിക്കോട്ടെ എന്ന രൂപത്തിലല്ല ബലിയെ കാണേണ്ടത്. ഹജ്ജും ബലിയും
നമസ്കാരവും ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു കൂട്ടുത്തരവാദിത്തമായി കൊണ്ട് നടക്കണം. വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ പ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട് നമുക്കിവിടെ. അതുകൊണ്ട് തന്നെ നല്ല സഹകരണം ആവശ്യമുണ്ട്. എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് സഹകരിച്ച് വളരെ ഭംഗിയായി ആ കർമ്മം നിർവഹിക്കണം. എനിക്കതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. അൽഹംദുലില്ലാഹ്, പ്രശംസാർഹമായ പ്രവർത്തനമാണ് ഈ മഹല്ലിലുള്ളത്. വളരെ നേരത്തെ തന്നെ ഒരുപാട് മൃഗങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് വളരെ ഭംഗിയായി അതിനെ പരിചരിക്കുന്ന ഒരുപാട് ആളുകൾ മഹല്ലിലുണ്ട്. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുമായെല്ലാം സഹകരിക്കാനുള്ള ഈമാനിക ബന്ധം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തും. ഇതൊക്കെ പറയുന്നത് എപ്പോഴാണ് നമ്മുടെ മരണം അറിയില്ല. ആ രൂപത്തിലുള്ള മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മഹല്ലിൽ നിന്ന് തന്നെ ഒരു ജനാസ ഇന്ന് മറമാടി. പെട്ടെന്നുള്ള മരണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനിൽ മൗത്ത്. ഈ ഭൗതികമായ ആസ്വാദനങ്ങളുടെ അറുതി വരുത്തുന്ന മരണം നിങ്ങൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കണേ എന്ന് ഇമാം തിർമിദി നിവേദനം ചെയ്ത ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തഅഹബ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മീഖാത്തുൽ ഇബാദി. നമ്മുടെ ഒക്കെ മീഖാത്ത്, അവധി, അത് മരണമാണ്. അതൊരു ദിവസം, ഒരു സമയം ഉണ്ടാകും. ആർക്കും അറിയില്ല എപ്പോഴാണെന്ന്. അതുകൊണ്ടാണ് സദാസമയവും അള്ളാഹുവുമായുള്ളൊരു ബന്ധവും ദീനുമായുള്ള ബന്ധവും അത് കളഞ്ഞു കുളിച്ച് കളയരുത്. എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കണം. മരണമെന്ന് പറയുന്നത് ഒരു റാഹത്താണ്. ആർക്ക് റാഹത്ത്? സന്തോഷമാണ് മരണം, റാഹത്താണ്. ഒന്നുകിൽ മരിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക്. നല്ല മനുഷ്യനാണെങ്കിൽ മൗത്തു സാലിഹ് റാഹത്തുൻ ലിനഫ്സി. ഒരു സാലിഹായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് മരണം റാഹത്താണ്. അവന്റെ ഈ ദുനിയാവിലെ പരീക്ഷ കഴിഞ്ഞു, ഇനി അതിന്റെ കൂലി വാങ്ങാനുള്ള യാത്രയാണ്. റഹ്മത്തിന്റെ മലക്കുകളുടെ കരങ്ങളിലേക്ക് ആത്മാവ് സഞ്ചരിക്കുന്ന നല്ല മരണം. വമൗത്തു ത്വാലിഹ് റാഹത്തുൻ ലിന്നാസ് എന്നാണ്. അഥവാ മോശം വ്യക്തിയാണെങ്കിൽ അവൻ മരിച്ചുപോയാൽ ആ ചങ്ങായിന്റെ പ്രശ്നം ഒഴിവായി കിട്ടിയല്ലോ എന്ന് ബാക്കിയുള്ള ആളുകൾ വിചാരിക്കും. ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഏതായാലും നമ്മുടെ മരണം നമുക്ക് റാഹത്തായി കിട്ടാൻ മരണത്തെ ഓർമ്മിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്യുക. അതുപോലെ നമ്മൾ മരണം ഓർമ്മിച്ചു കൊണ്ടിരുന്നാൽ ദുനിയാവിൽ നമ്മൾ വലുതായി കൊണ്ട് നടക്കുന്ന പലതും നമ്മുടെ മനസ്സിൽ ചെറുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷേ ഈ ദുനിയാവ് നശ്വരമാണ്, എപ്പോഴും ഇട്ടേച്ചു പോകുന്നതാണ്. നമ്മുടെ സ്വർഗം നമ്മൾ കൊണ്ടുപോകണം. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ. മരിച്ചതിന് ശേഷം താമസിക്കാനുള്ള മനുഷ്യന്റെ വീട് ഇല്ലല്ലതീ ഹുവ ഖബ്ലൽ മൗതി ബാനീഹാ. മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ചുണ്ടാക്കണം. നമ്മളെ സ്വർഗം നമുക്ക് ഇവിടെ വെച്ചുണ്ടാക്കാം, നരകം ഉണ്ടാക്കാം. അള്ളാഹ് കാത്തിരിക്കുമാറാകട്ടെ. അപ്പൊ സ്വർഗം ഉണ്ടാക്കിയിട്ട് പോകണം. അതിനെന്താ വേണ്ടത്? റസൂല് പറഞ്ഞതാ. മരിച്ചവര് മാത്രല്ല ഖബറില്, ഞാനും ഖബറിലാണ് എന്ന വിചാരത്തോടു കൂടി മരണത്തെ കുറിച്ച് ആലോചിക്കണം. എന്നോ വരാനുള്ള ഒരു സംഗതി എന്ന രീതിയിലല്ല, ഞാനും ഖബറിൽ കിടക്കുകയാണ് എന്ന രൂപത്തിൽ മരണത്തെ കുറിച്ച് ആലോചിക്കണം.
പെട്ടെന്നുള്ള മരണം. അതുപോലെ തന്നെയാണ് ഖിയാമത്തും സംഭവിക്കുക. ഈ പ്രകൃതിയുടെ മരണം അതും വളരെ പെട്ടെന്നാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വല തഖൂമന്ന സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കും. വഖദ് നശറ റജുലാനി സൗബഹുമാ ബൈനഹുമാ ഫലാ യതബായആനി വലാ യതുബിയാനി. തുണി വാങ്ങുകയാണ് ഷോപ്പിൽ നിന്ന്, കച്ചവടത്തിന് വേണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് തുണി നിവർത്തി വെച്ചിട്ടുണ്ട്, വിറ്റിട്ടില്ല, വാങ്ങിയിട്ടില്ല. അതിനിടയിൽ ഈ പ്രപഞ്ചത്തിന്റെ മരണം സംഭവിക്കും, ഖിയാമത്ത് സംഭവിക്കും. ആ തുണി വാങ്ങിയവൻ എടുത്തിട്ടില്ല, അതിന്റെ ബാക്കി മറ്റവൻ മടക്കി വെച്ചിട്ടുമില്ല. അപ്പോഴേക്ക് ഖിയാമത്ത് നാള്. വലതഖൂമന്ന സാഅ വഖദ് ഇൻസറഫ അർറജുലു ബിലബനി ലിഖഹതിഹി ഫലാ യത്അമുഹു. പാല് കറന്നെടുത്തിട്ടുണ്ട്, പാത്രത്തിലുണ്ട്, അത് കുടിച്ചിട്ടില്ല. അതിനു മുമ്പ് ഖിയാമത്ത്. വലതഖൂമന്ന സാഅത്തു വഹുവ യുലീതു ഹൗളഹു ഫലാ യസ്ഖീ ഫീഹി. ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടില്ല. അതിനിടക്ക് സംഭവിക്കുന്ന ഖിയാമത്ത്. വലതഖൂമന്ന സാഅ വഖദ് റഫഅ ഉഖലതഹു ഇലാ ഫീഹി ഫലാ യത്അമുഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ചോറ് ഉരുട്ടി, ഭക്ഷണം ഉരുട്ടിയിട്ട് തൊള്ളയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അത് തൊള്ളയിലെത്തുന്നതിന് മുമ്പ് ഖിയാമത്ത്. അത്രയും പെട്ടെന്നാണ് ഈ പ്രകൃതിയുടെ പര്യവസാനവും അല്ലാഹു തആല സംഭവിപ്പിക്കുക. അത്രയും പെട്ടെന്ന് നമ്മുടെ മരണവും അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ മരണവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ് നമ്മൾ. എനിക്ക് കാത്തുക്കണ്ട യാതൊരു ആവശ്യമില്ല. പരമാവധി നന്നാവുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മയും സ്വീകരിക്കുമാറാകട്ടെ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിമായി ജീവിച്ച് പരിപൂർണ വിശ്വാസത്തോടുകൂടെ കലിമ ഷഹാദത്ത് ചൊല്ലി മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപികളാണ്, ബലഹീനരായ ഈമാനുള്ളവരാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈമാനിന് ദൃഢത നൽകണേ റഹ്മാനെ. കലിമ ഷഹാദത്ത് ചരിച്ച് മരണപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ പ്രീതിക്ക് വേണ്ടി മറ്റു പലതും നീ വിലക്കിയതെല്ലാം ഒഴിവാക്കിയ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. ഞങ്ങളുടെയും അവരുടെയും ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. ഹിസാബ് എളുപ്പാക്കി തരണേ റഹ്മാനെ. രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.